പ്രശാന്ത് പത്മനാഭൻ, രണ്ട് ചോദ്യങ്ങൾ. ഒന്ന്, ഇതുമായി ബന്ധപ്പെട്ട അപ്പലേറ്റ് ട്രൈബ്യൂണലിൽ പോകാം, ഹൈക്കോടതിയിൽ പോകാം, അവിടെയൊക്കെ തിരിച്ചടി നേരിട്ടു എന്നതുകൊണ്ട് ഈ പറയുന്ന നടപടികളൊക്കെ നിയമപരമായി സാധുവാണ് എന്ന വ്യാഖ്യാനമാണ് BJP ഉണ്ടാക്കുന്നത്. അത് എങ്ങനെയാണ് ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ താങ്കൾ വിലയിരുത്തുന്നത്? അത് ഫോർമലായിട്ട് നിയമം നടപ്പാക്കുന്നു എന്ന് കാണിക്കുന്നു. പക്ഷേ അത് ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം ഭരിക്കുന്ന പാർട്ടിയുടെ കയ്യിലാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, CBI പോലുള്ള സ്ഥാപനങ്ങൾ ഗവൺമെന്റിന്റെ കയ്യിലാണ്. അത് ഡയറക്റ്റ് ആയിട്ട് അവരുടെ നിയന്ത്രണത്തിലാണ്. അവർക്ക് വേണ്ട ദിശയിൽ വേണ്ട പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ മാത്രം അന്വേഷണം നടത്തും. ഡയറക്റ്റ് ആയിട്ട് ഇന്റർഫിയർ ചെയ്യാൻ കഴിയാത്ത ചില സ്ഥാപനങ്ങളുണ്ട്. ഉദാഹരണത്തിന് റിസർവ് ബാങ്കിൽ ഇവരുടെ തന്നെ ആൾക്കാർ അപ്പോയിന്റ് ചെയ്തിരുന്നവർ എത്ര പേരാണ് രാജിവെച്ച് പോയത്? അതിൽ ഊർജിത് പട്ടേൽ, പിന്നീട് ഒരു വിരാൽ ആചാര്യ, അരവിന്ദ് പാണഗാരിയ ചെയർമാനായിരുന്നു വൈസ് ചെയർമാനായിരുന്നു നിതി ആയോഗിന്റെ, അരവിന്ദ് സുബ്രഹ്മണ്യം, ഇവരൊക്കെ എന്തിനാണ് രാജിവെച്ച് പോയതെന്ന് നമുക്കറിയില്ല. ഇലക്ഷൻ കമ്മീഷൻ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിലെ ഇലക്ഷൻ നടക്കുന്നതിന് തൊട്ടു മുമ്പ് ഒരു ഇലക്ഷൻ കമ്മീഷണർ രാജിവെക്കുന്നു. സുപ്രീം കോടതിയിൽ നിന്നൊരു വിധി വരുന്നു, ഇലക്ഷൻ കമ്മീഷണറെ തിരഞ്ഞെടുക്കുന്നത് സുതാര്യമായ ഒരു മാർഗത്തിലൂടെ ആയിരിക്കണം, അതിൽ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു അതോറിറ്റി അവരെ സെലക്ട് ചെയ്യണമെന്ന് പറയുന്നു. ആ വിധിയെ മറികടന്നുകൊണ്ടൊരു നിയമം ഉണ്ടാക്കുന്നു. ആ നിയമത്തിൽ ചീഫ് ജസ്റ്റിസിന് പകരം ഒരു മന്ത്രിയെ ഉൾപ്പെടുത്തുന്നു. ശരി, പ്രധാനമന്ത്രി ഉൾപ്പെടുന്നു, പിന്നെ ഒരു പ്രതിപക്ഷ നേതാവുണ്ട്. ഇതെങ്ങനെയാണ് തീരുമാനിക്കുന്നത്? 2:1, എല്ലാവരും യുണാനിമസ് ആയിട്ട് ഡിസൈഡ് ചെയ്യണ്ട. എന്നിട്ട് ഒരു വേക്കൻസി ആർട്ടിഫിഷ്യലായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഇലക്ഷൻ കമ്മീഷണർ രാജിവെച്ച് പോകുന്നു. എന്തിനാണെന്ന് നമുക്കറിയില്ല. അതിനുശേഷം 2 ഇലക്ഷൻ കമ്മീഷണർമാരെ പെട്ടെന്ന് നിയമിക്കുന്നു. അല്ല, കോടതിയുടെ പരിഗണനയിൽ ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്ന ആ കാര്യത്തിൽ ആ പുതിയ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ആണ് ഈ പറയുന്ന നിയമനങ്ങൾ നടക്കുന്നത്. അതും അങ്ങ് ചേർത്ത് പറയണം. എന്താണോ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ആ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് രാഷ്ട്രപതിയുടെ വിജ്ഞാപനം വരുന്നത്. ഒന്ന്. രണ്ട്, ഈ 200 പേരടങ്ങിയ ലിസ്റ്റ് അധീർ രഞ്ജൻ ചൗധരിക്ക് 6 കിട്ടുന്നത് നിമിഷാർദ്ധം കൊണ്ടാണ്. അതെന്ത് മറിമായമാണ്? ഈ 200 പേരുടെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് 6 നിമിഷാർദ്ധം കൊണ്ട് ചുരുങ്ങുന്നത്? ഈ 10 പേരെങ്കിലും വേണമല്ലോ. 2 പേരെന്ന് പറയുമ്പോൾ 5 + 5 10 വേണമല്ലോ. അത് 6 എങ്ങനെ ചുരുങ്ങിപ്പോയി എന്ന് അത്ഭുതം കൂറുക മാത്രമാണ് സുപ്രീം കോടതി ചെയ്തത്. ഇതൊക്കെ നമ്മുടെ മുന്നിലുള്ള സംഭവ പരമ്പരകളാണ്. പ്രശാന്ത് പത്മനാഭന് തുടരാം. അതെ, അതേപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ എത്ര സമർത്ഥമായിട്ടാണ് ഇവർ ദുരുപയോഗം ചെയ്യുന്നതെന്ന് കാണാനാണ് ഈ ഉദാഹരണങ്ങൾ പറഞ്ഞത്. ആ 200 പേരുകൾ കൊടുത്തു കഴിഞ്ഞാൽ അത് സാധാരണ ഒരു മനുഷ്യന് ഇമ്പോസിബിൾ ആണ്. ഓരോ പേരുകളും എടുത്തിട്ട് ഇതിനകത്ത് ഏതാണ് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള പേര് എന്ന് ഡിസൈഡ് ചെയ്യുന്നത്. അപ്പം നേരത്തെ അവർ പേര് ഡിസൈഡ് ചെയ്തിട്ട് ആദ്യമേ ഇത് ഞങ്ങൾ ലിസ്റ്റ് തരുന്നു എന്ന് പറഞ്ഞിട്ട് 200 പേര് തരുന്നു. അതിന് പിറ്റേ ദിവസം വരുമ്പോഴേക്കും 10 മണിക്ക് അത് 6 പേരായിട്ട് ചുരുങ്ങുന്നു. അതിൽ നിന്ന് 2 പേരെ പ്രധാനമന്ത്രിയും മന്ത്രി ഉൾപ്പെടുന്ന 2:1 മജോറിറ്റിക്ക് തിരഞ്ഞെടുക്കുന്നു, അപ്പോയിന്റ് ചെയ്യുന്നു, ഇലക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. ഇങ്ങനെയാണ് ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിട്ട്. സുപ്രീം കോടതിയിൽ ഇതുപോലെ ഇന്റർഫിയർ ചെയ്യാൻ കഴിയുമായിരുന്നെങ്കിൽ അവർ ചെയ്യുമായിരുന്നു. കാരണം ആ പ്രധാനമന്ത്രിയുടെ പ്രസ്താവന തന്നെ ഇലക്ട്രൽ ബോണ്ട് ജഡ്ജ്മെന്റ് വന്നപ്പോൾ അദ്ദേഹത്തിന്റെ ഫ്രസ്ട്രേഷൻ, ആ ജഡ്ജ്മെന്റ് സുപ്രീം കോടതി വളരെ കർശനമായ ഒരു തീരുമാനം എടുത്തിട്ട് യുണാനിമസ് ആയിട്ട് 5 അംഗ ബെഞ്ച് ഒരുമിച്ച് പറഞ്ഞു, നിങ്ങൾ ആ ഡീറ്റെയിൽസ് മുഴുവൻ ഡിസ്ക്ലോസ് ചെയ്യണമെന്ന് പറഞ്ഞു. നാഷണലൈസ്ഡ് ബാങ്കിനെ കൊണ്ട് ആ ബാങ്കിന് അതിനകത്ത് യാതൊരു റോളും ഇല്ല. SBIക്ക് വെറും ഒരു ഇന്റർമീഡിയറിയുടെ റോളേ ഉള്ളൂ. അവർ വന്നിട്ട് അഫിഡവിറ്റ് ഫയൽ ചെയ്യാണ്, ഞങ്ങൾക്ക് ഇത് ഡീറ്റെയിൽസ് ഇല്ല. പക്ഷേ സുപ്രീം കോടതി സ്റ്റേൺ ആയിട്ടൊരു സ്റ്റാൻഡ് എടുത്തപ്പോൾ അത് പെട്ടെന്ന് ഫയൽ ചെയ്യേണ്ടി വരുന്നു. ഉടനെ ആം ആദ്മിയുടെ ചീഫ് മിനിസ്റ്ററെ അറസ്റ്റ് ചെയ്യുന്നു. വേറൊരു മുഖ്യമന്ത്രി ഓൾറെഡി ജയിലിലാണ്. കോൺഗ്രസിന്റെ അക്കൗണ്ട് ഫ്രീസ് ചെയ്യുന്നു. ഒരു നാഷണൽ പാർട്ടി പടുത്തുയർത്തുക എന്ന് പറയുന്നത് 20-30 വർഷങ്ങൾ കൊണ്ട് മാത്രം കഴിയുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ ആം ആദ്മിക്ക് ഒരു നാഷണൽ പാർട്ടി സ്റ്റാറ്റസ് ഉണ്ട്. കോൺഗ്രസ് ആണ് ഇപ്പോഴും BJPക്ക് നാഷണൽ ലെവലിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഓപ്പോസിഷൻ. അപ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പ് അടുത്ത സമയത്ത് ഇത്രയും പഴയ ഇൻകം ടാക്സ് റിട്ടേൺ ഒക്കെ റീഓപ്പൺ ചെയ്തുകൊണ്ട് ഒരു നോട്ടീസ് കൊടുക്കുമ്പോൾ കോൺഗ്രസിന്റെ പ്രതിനിധി അല്ലെങ്കിൽ അവരുടെ വക്താവ് ഔദ്യോഗികമായിട്ട് ഇന്ന് പ്രസ്താവന ഇറക്കിയത് സാധാരണക്കാരായ ജനങ്ങൾ മുഴുവൻ അത് ന്യായമല്ലേ എന്ന് തോന്നും. കാരണം ഇതൊരു ലെവൽ പ്ലേയിങ് ഫീൽഡ് ഇല്ല. BJPക്ക് ഇതുപോലുള്ള സമാന സാഹചര്യങ്ങളിൽ കിട്ടിയ അന്വേഷിക്കുന്നില്ലേ എന്ന് ശ്രീ ശിവശങ്കർ ചോദിക്കുന്നു. പക്ഷെ ആരാണ് അന്വേഷിക്കേണ്ടത്? അവരെ ഓരോ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിനെയും പാർട്ടിയുടെ കീഴിലുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് പോലെയാണ് കൊണ്ടു നടക്കുന്നത്. അതുകൊണ്ടാണ് ഇൻഡിപെൻഡന്റ് ആയിട്ട് എന്തെങ്കിലും സ്റ്റാൻഡ് എടുക്കുന്നവർക്ക് അവിടെ നിന്ന് തുടരാൻ കഴിയാതെ രാജിവെച്ച് പോകേണ്ടി വരുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇലക്ഷന് മുമ്പ് ബാക്കി പാർട്ടികളെ മുഴുവൻ സാമ്പത്തികമായിട്ട് ഞെരുക്കിക്കൊണ്ട്
നേരത്തെ നോട്ട് ബാൻ നടത്തി, എല്ലാവരും അതിനെ സാമ്പത്തികമായി തെറ്റായ ഒരു തീരുമാനമാണെന്ന് പറഞ്ഞു. അന്നത്തെ റിസർവ് ബാങ്ക് പോലും അതിനെ എതിർത്തതാണ്. അത് യു പി തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് അതൊരു പൊളിറ്റിക്കൽ തീരുമാനമായിരുന്നു. അതില് പണം കൈവശം വെച്ചിരുന്ന പാർട്ടികൾക്ക് അത് ഉപയോഗിക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായി. അതേപോലെ തന്നെ സമാനമായിട്ടുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കുകയാണ്. പണമില്ലെങ്കിൽ ഇവിടെ നമ്മൾ ചില പ്രസ്താവനകളൊക്കെ കണ്ടു. കോൺഗ്രസിന് കയ്യിൽ തീരെ പണമില്ല. ആ പണമില്ലാത്തൊരു അവസ്ഥ വരുമ്പോൾ എങ്ങനെയാണ് തെരഞ്ഞെടുപ്പിനെ എല്ലാ പാർട്ടികൾക്കും തുല്യമായ ഒരു അവസരം കിട്ടുന്നുണ്ടോ? ജനാധിപത്യത്തിലെ മൾട്ടി പാർട്ടി ഡെമോക്രസിയാണ് ഇന്ത്യയുടേത്. നമ്മുടെ ചില രാജ്യങ്ങളിൽ, ഇപ്പോൾ ചൈന പോലുള്ള രാജ്യത്താണെങ്കിൽ ഏക പാർട്ടിയാണ് അവിടെ ഭരിക്കുന്നത്. അപ്പൊ അവിടെ ഇലക്ഷൻ നടക്കുന്നുണ്ട്, റഷ്യയിൽ ഇലക്ഷൻ നടക്കുന്നുണ്ട്. അതുപോലെ ഇന്ത്യയെ മാറ്റാനാണോ ശ്രമിക്കുന്നത്? ശരി, അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ, താങ്കൾ പല ഉദാഹരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ശിവശങ്കരൻ അതിന് മറുപടി പറയട്ടെ.